സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ വീട് കാണാൻ പോയിരുന്നു. അത് ഇവിടെ ഇല്ല. നമ്മുടെയൊക്കെ നാടിന്റെ അഭിമാനമായ സുരാജ് വെഞ്ഞാറമ്മൂട് അവർ ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷപീഠം എന്തുകൊണ്ടും അർഹത കൊണ്ടും അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനമായ നാടിന്റെ MLA, അതുപോലെ സദസ്സിലും വേദിയിലൊക്കെ ഉള്ള വിശിഷ്ട വ്യക്തികളോട് ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിതമായ അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ സദസ്സ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇങ്ങോട്ട് വന്നപ്പോൾ പലരുടെയും മുഖത്ത് ഞാൻ ഈ വേഷമൊക്കെ ധരിച്ചു വന്നപ്പോൾ ഒരു കൗതുകം തോന്നി. പണ്ട് ഈ കൗതുകമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മതങ്ങൾ ഒരുമിച്ചിരിക്കുന്നതോ എല്ലാവരെയും മനുഷ്യരായി കണ്ടിരുന്ന വസുദൈവ കുടുംബകം എന്ന ഒരു ശീർഷകത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് നമുക്കെല്ലാം ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നില്ല. ഇതൊരു ഐശ്വര്യമുണ്ട് എന്നത് വളരെ ദുഃഖത്തോടു കൂടി ഓർക്കുകയാണ്. എങ്കിലും ഈ മഹത്തായ സദസ്സിൽ ഇവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഈ മതങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഏകം സത്വിപ്രാവദന്തി എന്ന ഋഗ്വേദത്തിലെ വേദങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ ഒന്നാകണം. കാരണം ദൈവം ആ പരമമായ സത്യം അത് ഒന്നാണ് എന്നാണ് ഭഗവത്ഗീതയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടുത്തെ ഈ സദസ്സ്, ഇവിടുത്തെ സമൂഹ വിവാഹമൊക്കെ കാണുമ്പോൾ ജ്ഞാനപ്പാനയിലെ ചില വരികൾ ഓർമ്മ വരികയാണ്. 10 കിട്ടുകിൽ സഹസ്രം മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ഐശ്വര്യം എന്നതും എന്നൊക്കെ പാടി പഠിച്ച അമ്മമാരൊക്കെ ഇവിടെയുണ്ട്. മനുഷ്യൻ ആർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ അംശമുള്ളത് കൊണ്ടാണ്. ക്ഷേത്രം എന്നത് വസിക്കുന്ന സ്ഥാനമെന്നാണ്. ശിവക്ഷേത്രം ശിവൻ വസിക്കുന്ന സ്ഥാനമായതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മനസ്സുകൾ ഓരോ ക്ഷേത്രങ്ങളായി മാറുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ ഭക്തരായി മാറുന്നത്. എന്റെ മതം അനുശാസിക്കുന്നത് പോലെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അത് എന്നെ സൃഷ്ടിച്ചതും സുരാജ് വെഞ്ഞാറമ്മൂടിനെ സൃഷ്ടിച്ചതും ഈ വാമന എന്ന് പറയുന്ന മനുഷ്യനെ സൃഷ്ടിച്ചതും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ദൈവം ഒന്നാണ് എന്ന മഹത്തായ ഒരു വാക്യത്തെ ഓർത്തുപോവുകയാണ്. ഇവിടെ കയറി വന്നപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയതും ഇവിടെ 25,000-ൽ പരം ആളുകൾ ഭക്ഷണം കഴിക്കുന്ന അന്നദാന ഊട്ടുപുറി ഉണ്ട് എന്ന് കേട്ടപ്പോ ഞാൻ ഓർത്തുപോയത് ഗജതുരംഗ സഹസ്രം ഗോകുലം കോടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉഭയകുല വിശുദ്ധം കോടി കന്യാപ്രദാനം ഗ്രഹി നഹി ബഹുദാനം അന്നദാന സമാനം. അന്നദാനത്തിനേക്കാൾ ഉത്തമമായ ഒരു ഔദാര്യവുമില്ല, ഒരു പുണ്യവുമില്ല, ഒരു നന്മയുമില്ല. എല്ലാ മതങ്ങളും ഉറക്കെ പറയുന്ന ആ ഒരു നന്മയുടെ വലിയ സമ്മേളനം ഇവിടെ നടക്കുന്നു എന്ന് കേട്ടപ്പോ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അങ്ങേറ്റത്തെ സന്തോഷത്തിലാണ്, ചരിത്രത്തിലാണ്. ഇന്നിവിടെ സുമംഗലികളാകുന്ന പ്രിയപ്പെട്ട വധൂവരന്മാർ അവർക്ക് ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ, യേശുവിന്റെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ സദാ വർഷിക്കട്ടെ എന്നും ഒരുമിച്ച് കൂടിയ ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ ഓരോ ക്ഷേത്രങ്ങൾ മനസ്സിനുള്ളിൽ പണിയുവാനും മനുഷ്യനെ മനുഷ്യനായി കണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ദൈവത്തിന്റെ അനുയായികളായി, സിദ്ധികളായി, ശീർഷകരായി കാണുവാൻ സാധിക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ